ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുരുഷന്മാരിലുള്ള മൂത്രസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇന്ന് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. സാധാരണ നമ്മൾ സ്ത്രീകളിലാണ് കാണാറുള്ളത്. മൂത്രമൊഴിക്കാൻ ഇടക്കിടക്ക് തോന്നുക, മൂത്രം അറിയാതെ പോവുക. ഇതേ ഒരവസ്ഥ ഇപ്പോൾ പുരുഷന്മാരിലും കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു 40-45 വയസ്സ് കഴിഞ്ഞ ആണുങ്ങളിൽ, അല്ലെങ്കിൽ 50-60 വയസ്സായിട്ടുള്ള ആളുകളിലൊക്കെ ഇന്ന് മൂത്രമൊഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നുക, മൂത്രം മുഴുവനായിട്ട് പോയിട്ടില്ല എന്നുള്ളൊരു ടെൻഡൻസി തോന്നുക, മൂത്രം ഉറ്റുറ്റി പോവുക, ശുദ്ധിയായിട്ടില്ല എന്നുള്ളൊരു തോന്നൽ വരിക. ഇത്തരത്തിൽ മൂത്രാശയ സംബന്ധമായിട്ടും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെക്കുറിച്ചൊന്നും പലർക്കും ഇതിനെക്കുറിച്ച് അറിവില്ല. എന്താണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ബുദ്ധിമുട്ടുകൾ വരുന്നത്, അതെങ്ങനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം, ഭക്ഷണ രീതികളിലൂടെ എങ്ങനെയൊക്കെ അതിൻ്റെ നിർവീക്കവും ഇൻഫെക്ഷനൊക്കെ കുറച്ചു കൊണ്ടുവരാം, സർജറി ഇല്ലാതെ തന്നെ ഈ ഒരു കണ്ടീഷനും ഈ ഒരു ബുദ്ധിമുട്ടുകളും എങ്ങനെ കുറക്കാം എന്നുള്ളൊരു കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഡോക്ടർ ഷഹല CH, ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നമുക്കറിയാം പുരുഷന്മാരിൽ മാത്രം കാണുന്നൊരു ഗ്രന്ഥിയാണ്. പ്രത്യേകിച്ച് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ വളരെ ആക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. നമ്മുടെ മൂത്രാശയത്തിന് തൊട്ട് താഴെയായിട്ട് മൂത്രനാളിക്ക് ചുറ്റുമായിട്ട് കണ്ടുവരുന്ന ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. സാധാരണ സ്ത്രീകളിൽ ഇത് കാണാറില്ല. പകരം പുരുഷന്മാരിൽ ഈ ഒരു റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ അവയുടെ ശുക്ലത്തിൻ്റെയൊക്കെ പ്രൊഡക്ഷന് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരുന്നത് കാരണം, അല്ലെങ്കിൽ നീർക്കെട്ട് വരുന്നതൊക്കെ കാരണം അതിൻ്റെ സൈസ് ഒന്ന് കൂടി വരും. ആ സൈസ് കൂടിയത് കാരണം മൂത്രനാളിക്ക് ചെറിയൊരു ചുരുക്കം വരും. അതുപോലെ ചുറ്റുമുള്ള മറ്റ് അവയവങ്ങൾക്കും ചെറിയൊരു കംപ്രഷൻ വരുന്നത് കാരണം ഒരുപാട് ലക്ഷണങ്ങൾ ഇത്തരം ആളുകളിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട്. പണ്ടൊക്കെ ഒരു 60 വയസ്സ് കഴിഞ്ഞ ആളുകളിലായിരുന്നു ഇത് കൂടുതലായിട്ട് കണ്ടുവന്നിരുന്നത്. പക്ഷേ ഈ അടുത്തായിട്ട് ഒരു 40 വയസ്സ് കഴിഞ്ഞ ആളുകളിൽ, അല്ലെങ്കിൽ 30 വയസ്സ് കഴിഞ്ഞ ആളുകളിലും ഇന്ന് വളരെ കോമൺ ആയിട്ട് യുവാക്കളിലും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിന് പല കാരണങ്ങളുണ്ട്. നമ്മുടെ ഒന്നാമത്തെ കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങൾ തന്നെയാണ്. ഭക്ഷണ രീതികളൊക്കെ കൊണ്ട് തന്നെയാണ് ഇത്രയും കോമൺ ആയിട്ട് ഇന്ന് വളരെ കോമൺ ആയിട്ട് ഇന്ന് കണ്ടുവരാനുള്ള കാരണം. അപ്പോൾ അത് ഓരോന്നോരോന്നായി ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം, അത് പെട്ടെന്ന് എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യാം, അത് ക്യാൻസർ ആയിട്ട് മാറാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം നമുക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമുക്ക് ഏജ് റിലേറ്റഡ് തന്നെയാണ്. നമ്മുടെ കുറച്ച് പ്രായമായവരിൽ ഒരു 80% ആൾക്കാരിലും ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കാണുന്നുണ്ട്. അതിന് കാരണം നമ്മുടെ ഹോർമോണുകളിലുള്ള വ്യത്യാസങ്ങളാണ്. നമ്മുടെ ഒരു വയസ്സായിട്ടില്ല, ഒരു 50-60 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ പല ഹോർമോണുകളുടെയും ഫങ്ഷൻസ് കുറയും. അത് പ്രത്യേകിച്ച് ടെസ്റ്റോസ്റ്റിറോൺ പോലെയുള്ള പുരുഷ ഹോർമോണുകളുടെയൊക്കെ ഫങ്ഷൻ കുറയുന്നത് കാരണം ഈ ഗ്രന്ഥിയിൽ വീക്കം കാണാം. അതിനെയാണ് നമ്മൾ ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്, BPH എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാരണം ജനറ്റിക് ആയിട്ട് കിട്ടാറുണ്ട്. ജനറ്റിക് ഹിസ്റ്ററി ആയിട്ട്, അല്ലെങ്കിൽ ജീനിലുള്ള വ്യതിയാനങ്ങൾ കാരണം ഈ പ്രോസ്റ്റേറ്റിന് ചെറിയ വീക്കം കാണാം. മൂന്നാമത്തെ പ്രധാനമായിട്ട് കാരണം പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. പ്രത്യേകിച്ച് കൂടുതൽ വണ്ണമുള്ള ആളുകളിലൊക്കെ, പ്രത്യേകിച്ച് നമ്മൾ വയറിൻ്റെ ഭാഗത്തൊക്കെ കൂടുതൽ വണ്ണമുള്ള സെൻട്രൽ ഒബീസിറ്റി ഉള്ള ആളുകൾക്കും ഇതിൻ്റെ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ ഷുഗർ രോഗികൾ, കൺട്രോൾ ചെയ്യാതെ കുറേ കാലം ഷുഗർ കൊണ്ട് നടക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് യുവാക്കളിലൊക്കെ അൺകൺട്രോൾഡ് ആയിട്ട് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഇത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമുക്കറിയാം പുരുഷ ഹോർമോണുകളാണ് ടെസ്റ്റോസ്റ്റിറോണൊക്കെ. ആ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഹോർമോണിൻ്റെ അളവിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, അതുപോലെ ഈസ്ട്രോജൻ ഹോർമോണിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാലൊക്കെ ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം വളരെ കോമൺ ആയിട്ടൊന്ന് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കവും അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളും നമ്മൾ കണ്ടുവരുന്നത്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുമായിട്ട് പറയുകയാണെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാരും വളരെ ടെൻഷനായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഡോക്ടറെ PSA എന്നുള്ളൊരു ടെസ്റ്റ് വളരെ ഹൈ ആയിട്ട് കാണുന്നുണ്ട്, ഇത് ക്യാൻസറിനുള്ള ചാൻസ് ആണോ, അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണോ എന്ന് വളരെയധികം ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ PSA എന്ന് പറയുന്നത് എന്താണ്? ഒരു സാധാ ഒരു പ്രോട്ടീനാണ്. നമ്മൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നിന്ന് മാത്രം കാണുന്ന ഒരു പ്രോട്ടീനാണ് PSA എന്ന് പറയുന്നത്. PSA പല കാരണങ്ങൾ കൊണ്ട് കൂടാം. സാധാരണ പ്രോസ്റ്റേറ്റ് ചെറിയൊരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ കൂടാം, അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ കൂടാം,
മറ്റ് പല മൂത്രത്തിന് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ഈ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ രക്തത്തിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ നമ്മൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് PSA. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പലരും ടെൻഷനോട് കൂടെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡോക്ടർ PSA എന്ന് പറയുന്ന വാല്യൂ ബ്ലഡിൽ കൂടിക്കഴിഞ്ഞാൽ അത് ക്യാൻസറിലേക്ക് പോകുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഈ PSA എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഗ്ലൈക്കോ പ്രോട്ടീനാണ്. നമ്മൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോട്ടീൻ മാത്രമാണ് PSA. അപ്പോൾ പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും, പ്രത്യേകിച്ച് ഇൻഫെക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നീർക്കെട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മൂത്ര തടസ്സങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ ആയിക്കോട്ടെ, ഇവ ഏതെങ്കിലും ആയിക്കോട്ടെ, അവിടെയൊക്കെ PSAയുടെ അളവ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ PSA കൂടുതലാണെന്ന് വിചാരിച്ച് അതൊരിക്കലും ക്യാൻസർ ആണെന്ന് കൺഫേം ചെയ്യാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് PSA കൂടുന്നു എന്ന് കണ്ടെത്തി അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PSA ഓട്ടോമാറ്റിക്കലി കുറയുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റിൻ്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിൻ്റെ ഹൈപ്പർട്രോഫി, നീർക്കെട്ടൊക്കെ നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഫസ്റ്റ് ലൈനായിട്ട് നമ്മൾ ചെയ്യുന്നത് അൾട്രാസോണോഗ്രാഫി തന്നെയാണ്. ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള USG എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ സൈസ് മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൽ എന്തെങ്കിലും നീർക്കെട്ട് ഉണ്ടോ എന്നൊക്കെ കാണാൻ പറ്റും. മറ്റ് അവയവങ്ങളുടെ കംപ്രഷനൊക്കെ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് നമുക്ക് അൾട്രാസോണോഗ്രാഫിയിലൂടെ കാണാൻ പറ്റും, കൺഫേം ചെയ്യാൻ കഴിയും. പിന്നെ നമ്മൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പൊക്കെ ഉള്ളവരിലാണെങ്കിൽ നമ്മൾ യൂറിൻ കൾച്ചർ ചെയ്യാൻ പറയാറുണ്ട്. അതുപോലെ തന്നെ റുട്ടീൻ എക്സാമിനേഷൻ ചെയ്യാൻ പറയാറുണ്ട്. പിന്നെ മറ്റ് അസുഖങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ PSA ടെസ്റ്റും കൂടെ പറയാറുണ്ട്. PSA ഹൈ ആവാൻ പല കാരണങ്ങളും പറഞ്ഞു. ഇനി PSA വളരെ ഹൈ ആണെങ്കിൽ നമുക്ക് ക്യാൻസർ അല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു MRI സ്കാനിങ് ചെയ്യാം, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ബയോപ്സി ചെയ്താലും നമുക്കിതിനെ ക്യാൻസർ അല്ല എന്ന് ഉറപ്പിക്കാൻ കഴിയുന്നതാണ്. ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കമുള്ളവർ അവരുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാഠിന്യം കൂടാതിരിക്കാം, അതുപോലെ ക്യാൻസറിലേക്കൊന്നും എത്താതിരിക്കാനും നീർക്കെട്ടൊക്കെ വളരെയധികം പെട്ടെന്ന് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ഭക്ഷണത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ നമുക്ക് മാനേജ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യുക എന്നുള്ളത്. നമ്മൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ആരോഗ്യത്തിന് ന്യൂട്രിയൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അവയിൽപ്പെട്ടവയാണ് സിങ്ക്, സെലീനിയം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഡെയിലി ഇത്തരം ആളുകൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് സിങ്ക് നമുക്കറിയാം, ആ സിങ്ക് നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ കോശങ്ങളിൽ അകത്തേക്ക് പോയിട്ട് അവയുടെ നീർക്കെട്ട് കുറക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ സെലീനിയം അതിനെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. സെലീനിയം അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ സിങ്ക് അടങ്ങിയിട്ടുള്ള നമുക്കറിയാം മത്തൻകുരു, അത് വളരെയധികം നല്ലതാണ്. മുരിങ്ങയില, അതുപോലെ മുരിങ്ങക്കായ വളരെയധികം നല്ലതാണ്. പിന്നെ എള്ള് വളരെയധികം നല്ലതാണ്. ഒലീവ് ഓയിൽ ഇത്തരം ആളുകൾ കഴിക്കുന്നത് നീർക്കെട്ട് കുറക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ ശതാവരിക്കിഴങ്ങ് പാലിൽ അരച്ച് ചേർത്തിട്ട് കഴിക്കാവുന്നതാണ്. വെള്ളം ധാരാളം കുടിച്ചു കഴിഞ്ഞാലും ഈ നീർക്കെട്ട് കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ വേവിച്ച തക്കാളി, നമ്മൾ വേവിക്കാത്ത തക്കാളി അത്ര നല്ലതല്ല, വേവിച്ച തക്കാളി കഴിക്കുന്നതും ഇത്തരം ബുദ്ധിമുട്ടുകൾ കുറക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ ചെറിയ മത്സ്യങ്ങൾ, മത്തി, അയല പോലെയുള്ള ചെറിയ മത്സ്യങ്ങൾ ഇത്തരം ഗ്ലാൻഡിന് ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സോഴ്സ് തന്നെയാണ് ചെറിയ മീനുകൾ. അതുപോലെ തന്നെ കറുവാപ്പട്ട, വെളുത്തുള്ളി, അതുപോലെ വീറ്റ് കൊണ്ടുള്ള പ്രോഡക്ട്സ്, ഗോതമ്പ് കൊണ്ടുള്ള പ്രോഡക്ട്സും ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കവും അത് ക്യാൻസറിലേക്കൊക്കെ പോവാതിരിക്കാനും അത് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഈ ഒരു ഭക്ഷണ രീതി നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ നീർക്കെട്ടും ഇൻഫെക്ഷൻസൊക്കെ കുറഞ്ഞ് ഈ മൂത്രസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറക്കാൻ അത് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഏകദേശം ഒരു 50-60 വയസ്സ് കഴിഞ്ഞ് 80% ആളുകളിലും ഇന്ന് കണ്ടുവരുന്നുണ്ട്. അതുപോലെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളിലും ഇന്ന് വളരെ ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അവരിലൊക്കെ ഇത് കൂടാനുള്ള പ്രധാന കാരണം നമ്മുടെ ഭക്ഷണ രീതികൾ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചസാരയുടെ അമിതമായിട്ടുള്ള ഉപയോഗം, പുറമേ നിന്നുള്ള ഉപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളുടെ ഒക്കെ അമിതമായിട്ടുള്ള ഉപയോഗമൊക്കെ ഇതിന് വളരെയധികം കാരണമാകുന്നുണ്ട്. അപ്പോൾ അത്തരം ആളുകൾ നമ്മൾ പുറമേ നിന്നുള്ള ജങ്ക് ഫുഡ്സിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക, വെള്ളം ധാരാളം കുടിക്കുക, പരമാവധി അരമണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള മൂത്രസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ PSA ഒക്കെ കൂടിയ കണ്ടീഷൻസിലാണെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കണ്ടിട്ട് അതിന് കൃത്യമായിട്ടുള്ള രോഗനിർണയം നടത്തി അതിൻ്റെ ആവശ്യമായുള്ള ട്രീറ്റ്മെൻറ്റും കൂടെ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്കത് ക്യാൻസറിലേക്കൊക്കെ പോവാതെ അതിനെ തടഞ്ഞ് നിർത്തി അതിൻ്റെ ഗ്രന്ഥിയുടെ വീക്കൊക്കെ കുറച്ച് കൊണ്ടുവരാൻ അത് സഹായിക്കുന്നുണ്ട്. നമ്മൾ ഇത്തരം കേസുകളിൽ ചെയ്യുന്നത് ഒരു രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും കണക്കിലെടുത്തുകൊണ്ട് അവയെ കൃത്യമായിട്ട് എല്ലാ ലക്ഷണങ്ങളും അപഗ്രഥിച്ചുകൊണ്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റ് രീതിയാണ് ചെയ്തു വരുന്നത്.
ഇതിൽ കൃത്യമായിട്ട് രോഗനിർണയം നടത്താൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്യിപ്പിക്കാറുണ്ട്. കൃത്യമായിട്ട് അത് ഗ്രന്ഥിയുടെ ഇൻഫെക്ഷൻ ആണോ, നീർക്കെട്ടാണോ, അല്ലെങ്കിൽ മറ്റ് തടസ്സങ്ങളൊക്കെ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് കണ്ടെത്തിയിട്ട് അവർക്ക് അനുയോജ്യമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്തു വരുന്നത്. അതുകൊണ്ട് തന്നെ സർജറി ഇല്ലാതെ തന്നെ ഒരു പരിധി വരെ ഇത്തരം കണ്ടീഷനുകൾ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. മൂത്രസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് പുരുഷന്മാരിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക, അതുപോലെ തന്നെ മൂത്രം പിടിച്ചു വെക്കാൻ പറ്റാത്തൊരവസ്ഥ, മൂത്രം അറിയാതെ പോകുന്നൊരവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ എത്തിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചികിത്സാ രീതിയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹത്തോടെ ഡോക്ടർ ഷഹല CH, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്.